പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ സന്ദേശം കേൾക്കട്ടെ. ഇന്നലെ എനിക്ക് സന്ദേശം നൽകാൻ കഴിഞ്ഞില്ല. ഞാനൊരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അല്പം താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ രാവിലത്തെ സന്ദേശം പങ്കുവെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ഈ സന്ദേശം അയച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മാരകമായിട്ടുള്ള രോഗങ്ങൾ പല മേഖലകളിലും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ശരിയല്ലേ? രോഗം പകർന്നു പിടിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം. ഇന്നത്തെ നമ്മുടെ നൂതന തലമുറയ്ക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഫുഡ് ഒരിക്കലും നമുക്ക് ഒരു സമാധാനത്തോടെ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായ കാര്യമാണ്. കാരണം എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെമേലും വിഷാംശങ്ങൾ കലർന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമായ സത്യമാണ്. ഉപ്പ് മുതൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തിനേറെ ശുദ്ധമായ പാലാണ്, പശുവിൻ പാലാണെന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന പാലിൽ പോലും വിഷാംശങ്ങൾ കലർന്നിരിക്കുന്നു. നമ്മൾ നിസാരമായി മാറ്റി നിർത്തിയിരിക്കുന്ന ഉപ്പിനകത്ത് പോലും എന്തിനേറെ സകല ഭക്ഷ്യവസ്തുക്കളിലും വിഷാംശം കലർന്നിരിക്കുന്നു. മാരകമായ രോഗങ്ങൾ അത് പിടിക്കാനുള്ള കാരണമായി തീരുന്നു. ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതെല്ലാം വല്ലാതെ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പഴയ ആളുകളൊക്കെ കപ്പയും ചക്കയും ചേനയും കാച്ചിലും എന്തിനേറെ പറമ്പിലുണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചുകൊണ്ടിരുന്നു. ഇന്നും 85-90 വയസ്സായിട്ടിരിക്കുന്ന അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും ഒക്കെ ചോദിച്ചാൽ അവർ പറയും അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ. ഇന്ന് അങ്ങനെയാണോ? ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ എണ്ണയ്ക്കകത്ത് വറുത്തത്, പൊരിച്ചത്, ഇതെല്ലാം മനുഷ്യനെ അപകടകരമായ തലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു. ഒരു കാലഘട്ടത്തിൽ നമുക്ക് മാംസം ഭക്ഷിക്കുന്നതിനകത്ത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം കൊളസ്ട്രോളാണ്, കഴിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പഴയ നിയമ കാലഘട്ടങ്ങളിലൊക്കെ പുരോഹിതന്മാരും ലേവ്യരുമൊക്കെ ആടിനെയും മാടിനെയൊക്കെ എത്ര ലക്ഷക്കണക്കിന് ആടുകളെയും മാടുകളെയൊക്കെ അറുത്ത് അതിൻ്റെ ഭക്ഷണം, മാംസം ഭക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ അടുപ്പിച്ചൊരു 10 പ്രാവശ്യം മാംസം ഒന്ന് ഭക്ഷിച്ച് നമ്മൾ കൊളസ്ട്രോൾ രോഗിയായിട്ട് മാറും. ദൈവത്തിനു സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഭക്ഷ്യവസ്തുവിൽ നിന്ന് മാരകമായ രോഗങ്ങൾ മനുഷ്യനെ എന്ത് ചെയ്യാണ്? പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. ലഹരിയുടെ ഉപയോഗം വളരെ അപകടകരമായ തലത്തിൽ അനേകരെ മാരകമായ ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, ഇതെല്ലാം വലിയ അപകടകരമായ തലത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കാണുവാനായിട്ട് കഴിയുന്നു. അത് ഈ വിധമായ മയക്കുമരുന്നുകൾ ഇന്ന് സുലഭമായി നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അടുക്കള ഭാഗത്ത് ഇതെല്ലാം സുലഭമായിട്ട് ലഭിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഓരോ മേഖലയിൽ ചെന്നാലും, സ്കൂളുകളിലായാലും കോളേജുകളിലായാലും, ഇനി എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിലായാലും ആശുപത്രി വരാന്തയിലായാലും മയക്കുമരുന്നുകൾ സുലഭമായി ലഭിക്കപ്പെടുന്നു. അതുപോലെ മദ്യം സുലഭമായി ലഭിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം എന്ത് ചെയ്തിരിക്കുക? മാറിയിരിക്കുകയാണ്. കേരള ഗവൺമെൻറ് മുട്ടിന് ബാറുകളും ഷാപ്പുകളും ഒക്കെ എന്ത് ചെയ്തു?
മനുഷ്യന് തിക്കും തിരക്കും ഇല്ലാതെ മദ്യം കഴിക്കത്തക്ക നിലയുള്ള സംവിധാനം എന്ത് ചെയ്തിരിക്കുക, ഉണ്ടാക്കി കൊടുത്തിരിക്കുക. ഓരോ കുടുംബങ്ങളും മദ്യത്തിൻ്റെ ലഹരിയിൽ തകർന്നു പോയ ഓരോ കുടുംബങ്ങളുടെയും വേദനകൾ ദിവസവും കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കത് പറയാനായിട്ട് കഴിയും. മദ്യം ഒരിക്കലും ഒരു മനുഷ്യനെ നന്നാക്കുന്നില്ല, അവനെ തകർക്കുകയാണ്. എന്നാൽ ഗവൺമെൻറ്റിന് അതൊരു ലാഭമാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഗവൺമെൻറ് അതിൻ്റെ ഒരു ലാഭത്തിലാണ് ഇപ്പോൾ ഈ വണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ മദ്യ ലഹരികൾ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് പൂർണ്ണമായി മാറ്റാനായിട്ടുള്ള സംവിധാനമാണ് ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടത്. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രജകളെ കൊല്ലുന്ന ഒരു നിലവാരം അത് ഒരിക്കലും യോഗ്യമായിട്ടുള്ള കാര്യമല്ല. അത് നമ്മുടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അത് നിർത്തലാക്കിയ സാഹചര്യം ഞാൻ ഓർക്കുന്നു. ചാരായം നിർത്തലാക്കിയത് ഓർക്കുന്നു. പിന്നെ മദ്യം ഘട്ടഘട്ടമായിട്ട് നിർത്തിയത് ഓർക്കുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കാൻ കയറിയപ്പോൾ അത് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ബാറുകളും മദ്യവും ഒക്കെ സുലഭമായി ലഭിക്കത്തക്ക നിലയിലേക്ക് മാറി. അതിന് തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിഷേധം തന്നെ ഉണ്ട്. അത് മീഡിയ വഴിയിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹം അതിനെ എതിർക്കുന്നു എന്നുള്ളത് പരമാർത്ഥമായ സത്യമാണ്. എന്നാൽ നമുക്ക് അവരോട് വൈരാഗ്യമോ അല്ലെങ്കിൽ പണക്കമൊന്നുമില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മദ്യപാനത്തിൻ്റെ ലഹരിയിൽ കൂടെ ഒരുപാട് ആളുകളുടെ ലിവറും അതുപോലെ ശാരീരികമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ, കുടുംബ തകർച്ചകൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ തകർച്ചകൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച, നല്ല ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അനുഭവങ്ങൾ, വീട്ടിൽ ചെന്നാൽ കയറിയിരിക്കാൻ ഒരു കസേര പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള അനേക കുടുംബങ്ങളെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ പ്രിയ പിണറായി സർക്കാരിന്, ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്: നിങ്ങൾ